നമസ്കാരം. ഇതെന്താണെന്നല്ലേ, ഫോഴ്സിൻ്റെ പുതിയ ഫുൾ AC വണ്ടിയാണ്. 17 സീറ്റാണ് വണ്ടി. വളരെ വലുതാണ്. 17 സീറ്റ് വണ്ടികളെ കിടക്കുന്നതൊക്കെ ഇതിൻ്റെ 4 ഇരട്ടിയുണ്ട്. അതിൻ്റെ വീതിയും എല്ലാവിടെ വന്ന് ഉള്ളിലൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ 17 സീറ്റ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയാണ് വണ്ടി. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഫുൾ ടൈം AC ഉണ്ടായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റത്തില്ല. 2 ക്യാബിനാണ്. ഡ്രൈവർ ക്യാബിൻ ഫ്രണ്ടിലുണ്ട്. ബാക്കിൽ സ്ലൈഡിംഗ് ഡോറാണ്. ഓക്കെ. പക്ഷേ ലഗേജ് സ്പേസ് ഇല്ല. പിന്നെ മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഫോഴ്സിൻ്റെ പുതിയ വണ്ടി കേട്ടോ. 26 ലക്ഷം രൂപ ആവും. 17 സീറ്റ് വണ്ടിയാണ്. പക്ഷേ കുറേ നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സുകൾ, ഡ്രൈവിംഗ് ഡോർ മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ. വയനാട് വണ്ടിയാണ്. അകത്തുനിന്ന് ഒരു ശകലം പോലും പുറത്തില്ല. വണ്ടി നിർത്തിയിട്ടാൽ AC ഇട്ട് തരണം. ലഗേജൊക്കെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ സീറ്റിനടി വെക്കണം. ഫുൾ പുഷ് ബാക്ക് സീറ്റുകളാണ്. 17 സീറ്റ് ഉണ്ട്. അകത്ത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. AC ഒക്കെ ഉണ്ട്. അതുപോലെ AC ഓൺ ചെയ്യുന്ന സ്വിച്ച് ഡ്രൈവർ ക്യാബിൻ്റെ ടോപ്പിലാണ് കേട്ടോ. എത്തില്ലാണ് ഓഫ് ഓൺ ചെയ്യാനൊക്കെ. പിന്നെ അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അവിടെ ക്യാബിൻ കണ്ടില്ലേ, അവിടെ ആ നിൽക്കുന്നതിന് ഫ്രണ്ടിൽ ക്യാബിൻ, അത് പ്രത്യേകം ഡ്രൈവിംഗ് ഇതാണ്. ആ മേളിലാണ് നോബ് ഉള്ളത്. പിന്നെ ഡ്രൈവിംഗ് ഈ ക്യാബിനുള്ളിലേക്ക് വേറെ സ്ലൈഡിംഗ് ഡോറാണ്. ആ ഡോറിൻ്റെ വിൻഡോ എങ്കിലും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ വണ്ടി കാണാനൊക്കെ നല്ല ലുക്കാണ്, അടിപൊളിയാണ്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, വണ്ടി എവിടെയെങ്കിലും വെയിറ്റിങ്ങിലിട്ടാൽ AC കണ്ടിന്യൂസ് ഇടണം. നമ്മുടെ ഇപ്പോഴത്തെ ഡീസൽ ചാർജും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം അത് നമ്മുടെ ഒരുപാട് ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും, നല്ല പൈസയാവും. അതുകൊണ്ട് അപ്പം വണ്ടി യാത്ര സുഖമൊക്കെയാണ്. പക്ഷേ ഒറ്റ പ്രശ്നങ്ങൾ കൊണ്ടു നടക്കാൻ നല്ല വീതിയുള്ള വണ്ടിയാണ്. നമ്മൾ സാധാ ട്രാവലർ ഓടിക്കുന്ന രീതിയല്ല. 26 സീറ്റിൻ്റെ വണ്ടി ഓടിക്കുന്ന ഫീലാണ്. 26 സീറ്റിൻ്റെ സാധനമാണ് വണ്ടി. 17 സീറ്റ് വെച്ച് ഇത് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.